ഹലോ വെൽക്കം ടു ഇൻ്റഗ്രൽ ക്ലാസ്സസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ അതിന് ശേഷം ടോട്ടൽ 4 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് തരും. ആ സെറ്റ് ഇപ്പോൾ 1 2 3 എന്ന് വിചാരിച്ചോ. അത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യലാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ റിഫ്ലെക്സീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. റിഫ്ലെക്സീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ 1 2 3 ഉണ്ടല്ലോ. അപ്പോൾ റിലേഷനിൽ 1 1 2 2 3 3 ഇത് മൂന്നും ഉണ്ടെങ്കിൽ റിഫ്ലെക്സീവ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഇവിടെ മൂന്നും ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ നമുക്ക് 3 ഉണ്ട്, കണ്ടില്ലേ? 1 1 2 2 3 3 എല്ലാം ഉണ്ട്. അപ്പം എല്ലാം ഉള്ളത് കൊണ്ടെന്നായിരിക്കും റിഫ്ലെക്സീവ് ആയിരിക്കും. അപ്പം എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ എഴുതുക. റിഫ്ലെക്സീവ് കേസിൽ ഇങ്ങനെ എഴുതുക, 4 ഓൾ ഓൾ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 4 ഓൾ തന്നെ എഴുതിയാലും മതി. ഓക്കെ, ഇപ്പോൾ പെട്ടെന്നൊരു ഡൗട്ട് വേണ്ട. ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. ഇതൊരു ജനറൽ ആയിട്ട് എഴുതുന്ന രീതിയാണ്. റിഫ്ലെക്സീവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം. അതായത് എയിൽ ഓരോരുത്തർക്കും എ എ ഉണ്ട്. ഇപ്പോൾ 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ട്, എ ഉണ്ടെങ്കിൽ എ എ ഉണ്ട്. എവിടെ റിലേഷനിൽ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ എ എ എലമെന്റ് ഓഫ് ആർ എന്ന് പറയും. ഇത് വലിയ സംഭവമൊന്നുമല്ല. 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ട്, 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ട് എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ കാണും. സോ ആർ ഈസ് റിഫ്ലെക്സീവ്. നമ്മുടെ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? റിഫ്ലെക്സീവ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് എല്ലാം റിഫ്ലെക്സീവ് ആണെന്നല്ല, ചിലതൊക്കെ റിഫ്ലെക്സീവ് ആയിരിക്കും, ചില നല്ലതായിരിക്കും. ഇനി അടുത്തത് ഇതാണ് റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യണം. ഇത് നമുക്ക് സിമെട്രിക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ തന്നെ ഇപ്പോൾ സിമെട്രിക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കട്ടെ. സിമെട്രിക് എന്ന് വെച്ചാൽ ഇപ്പോൾ വ്യത്യാസത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ 1 1 2 2 അല്ല, പകരം 1 2 അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാവണം. 1 2 ഉണ്ടെങ്കിൽ 1 2 ഇല്ലെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 1 2 ഉണ്ടെങ്കിൽ 2 1 എന്തായാലും ഉണ്ടാവണം. അങ്ങനെയാണ്. ഇവിടെ 1 2 ഉണ്ട്, പക്ഷെ 2 1 ഉണ്ടോ? ഇല്ല. ഇവിടെ 1 3 ഉണ്ട്, ഇപ്പോൾ തിരിച്ചിട്ടിട്ട് 3 1 ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് നേരെ എക്സാമ്പിൾ വെച്ച് എഴുതാം. 1 2 element of R but 2 1 not element of R. ഇതില്ല. അതില്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, നോട്ട് സിമെട്രിക് ആണ്. അപ്പൊ ആർ എന്ന് വെച്ചാൽ റിലേഷൻ, ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി അടുത്തത്, അപ്പൊ ഇത് മനസ്സിലായി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 ഉണ്ടെന്ന് വിചാരിക്കും. 1 2 ഉണ്ട്, പിന്നെ 2ൽ തുടങ്ങുന്ന ഒരെണ്ണം അവസാനത്തെ നമ്പറിൽ 2ൽ തുടങ്ങുന്ന ഒരെണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 3 വേണം. 1 2 ഉണ്ട്, 2 3 ഉണ്ടെങ്കിൽ, അതായത് രണ്ടാമത്തെ നമ്പർ തുടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആദ്യത്തെ 2 നമ്പർ, ആദ്യത്തെയും അവസാനത്തെ നമ്പറാണ് ആ ഒരു സെറ്റപ്പിൽ. ഓക്കെ, ഇവിടെ 1 2 ഉണ്ട്, പക്ഷെ 2ൽ തുടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പൊ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് 1 3 ഉണ്ട്. 1 3 ഉണ്ട്, ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ കാണാം. 1 3 ഉണ്ട്, പക്ഷേ 2 3 ഉണ്ടോ? സോറി, 1 3 ഉണ്ട്, പിന്നെ 3 വെച്ച് തുടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ? 3ൽ തുടങ്ങുന്ന ഒന്നുമില്ല. അപ്പൊ അതും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നും ചെക്ക് ചെയ്യേണ്ടാത്തതാണെങ്കിൽ, അതായത് അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ട്രാൻസിറ്റീവ് ആയിരിക്കും. പ്രശ്നക്കാരില്ല. 2 എണ്ണം ഉണ്ടെങ്കിൽ 3 ചെക്ക് ചെയ്താൽ മതി. മനസ്സിലാവുണ്ടല്ലോ? 1 2 ഉണ്ടെങ്കിൽ, പിന്നെ 2 വെച്ച് തുടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മൂന്നാമത്തെ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഒന്നുമില്ല. സോ അതുകൊണ്ട് ഇത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ട്രാൻസിറ്റീവിൻ്റെ കേസിൽ എഴുതാൻ എങ്ങനെയാണ്? ഫോർ എ ബി എലമെന്റ് ഓഫ് ആർ. ഇപ്പോൾ എ ബി ഉണ്ട്, പിന്നെ ബി സി ഉണ്ട്. 1 2 ഉണ്ട്, 2 3 എന്ന് പറഞ്ഞില്ല. അതേപോലെ എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? എ സി ഉണ്ടാവണം. ഇവിടെ പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് തീർക്കാം. ദെയർ എക്സിസ്റ്റ് എ സി, എക്സിസ്റ്റ് എ സി എലമെന്റ് ഓഫ് ആർ. ഓക്കെ, ഇപ്പൊ ഇത് മൂന്നും ഉണ്ട്. അതായത് ശരിക്കും പറയുന്നതൊന്നും ഇല്ല, പക്ഷെ നമ്മൾ പറയുവാണ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇത് എന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. സോ ആർ ഈസ് ട്രാൻസിറ്റീവ്. ഇത് മൂന്നും കൂടെ ആയിരുന്നെങ്കിൽ, സിമെട്രിക്, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, ഇത് മൂന്നും ഒരുമിച്ച് നമ്മളതിന് ഇക്വാലൻസ് വിളിക്കും കേട്ടോ. ഇതിന് ഇക്വാലൻസ് ഒന്നും അല്ല, കാരണം ഇത് സിമെട്രിക് അല്ല. സിമെട്രിക് അല്ലാത്തതുകൊണ്ട് എന്തല്ല, ഇക്വാലൻസ് അല്ല. റിഫ്ലെക്സീവ് ആണ്,
ട്രാൻസിറ്റീവ് ആണ് പക്ഷെ സിമെട്രിക് അല്ല, അതുകൊണ്ട് ഇക്വാലൻസ് അല്ല. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സിമെട്രിക് റിഫ്ലെക്സീവ് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനുവേണ്ടി ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സിമെട്രിക് നോക്കാം, സോറി റിഫ്ലെക്സീവ് നോക്കാം. റിഫ്ലെക്സീവ് ആണോ? ആണ്. അപ്പൊ നേരത്തെ നമ്മൾ അവിടെ എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതണം. ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞുള്ള കഥ എഴുതി വെക്കാട്ടോ. ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ there exist R element of A element of R. മനസ്സിലാവുണ്ടല്ലോ? സോ ഇത് റിഫ്ലെക്സീവ് ആയിരിക്കും. സോ അതുകൊണ്ട് എന്താണ് റിഫ്ലെക്സീവ് ആണ് എഴുതിക്കൊള്ളും. സോ ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. സോ ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞ് എഴുതാം. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലെക്സിവിറ്റി. റിഫ്ലെക്സീവ് കഴിഞ്ഞാൽ പിന്നെ അടുത്തേതാണ്? അടുത്തത് സിമെട്രിക് നോക്കാം. റിഫ്ലെക്സീവ് എന്തുകൊണ്ടായത്? 1 1 2 2 3 3 എല്ലാം ഉണ്ട്. ഇനി സിമെട്രിക്കിന്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ 1 2 ഉണ്ടെങ്കിൽ, ഇത് വ്യത്യാസത്തിലുള്ളത് ഉണ്ടെങ്കിൽ അത് തിരിച്ചും വേണം. 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം. ഇവിടെ വ്യത്യാസത്തിൽ ആരും ഇല്ല. 1 2 ഒന്നും ഇല്ല, 1 2 ഇല്ല, 1 3 ഇല്ല, അങ്ങനത്തെ വ്യത്യാസത്തിലുള്ള ഒന്നുമില്ല. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? നോക്കാതെ തന്നെ സിമെട്രിക് ആയിരിക്കും. അങ്ങനത്തെ ആരും ഇല്ല, അതുകൊണ്ട് സിമെട്രിക് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോർ ഓൾ എ ബി element of R there exist. എ ബി ഉണ്ടെങ്കിൽ എന്ത് വേണം? ബി എ വേണം എന്നല്ലേ. ഇതിപ്പോ സിമെട്രിക് നമുക്ക് മനസ്സിലായില്ല, കാരണം ആരും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ എ ബി ഉണ്ട്, അപ്പൊ അതിന്റെ കൂടെ തന്നെ ആരുണ്ടാവും? ബി എ ഉണ്ടാവും. സോ അതുകൊണ്ട് ബി എലമെന്റ് ഓഫ് ആർ. സോ ഇതെന്താണ്? സിമെട്രിക് ആണ്. സോ ആർ ഈസ് സിമെട്രിക്. ഇത്ര ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യാട്ടോ. ഇതാണ് സംഭവം. ഇനി അടുത്ത ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആരും ഇല്ല. ട്രാൻസിറ്റീവിൻ്റെ കേസിൽ നോക്കാനേ ഇല്ല. വ്യത്യാസത്തിലുള്ള ആരെങ്കിലും വന്നാലേ നോക്കേണ്ട ആവശ്യമുള്ളൂ. 1 2 ഉണ്ടെങ്കിൽ 2 വെച്ച് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 3 ഉണ്ടെങ്കിൽ 1 3 വേണം. ഇവിടെ 1 2 പോലും ഇല്ല, തുടങ്ങാൻ പോലും ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് അല്ലെന്നല്ല, ട്രാൻസിറ്റീവ് ആണ്. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ നേരത്തെ ട്രാൻസിറ്റീവിൽ എഴുതിയ കഥ തന്നെ വീണ്ടും എഴുതുക. ഫോർ ഓൾ എ ബി element of R and BC element of R there exist AC element of R. ഓക്കെ, ഇത്ര ഉള്ളൂ. ഇതാണ് ഇതിനകത്ത് വരുന്നത്. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇപ്പം തന്നേക്കുന്ന ഈ ഫംഗ്ഷൻ 1 1 ആണ് 1 2 ആണ്. അപ്പോൾ സിമെട്രിക് റിഫ്ലെക്സീവ് ട്രാൻസിറ്റീവ് ഇത്ര മനസ്സിലാക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കുന്ന ഫംഗ്ഷൻ 1 1 അതിൻ്റെ 1 2 ആണ് നോക്കണം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എങ്ങനെ നമുക്ക് 1 1 1 2 ചെക്ക് ചെയ്യാമെന്നാണ്. ഓക്കെ, നമുക്കത് 1 1 നോക്കാം. 1 1 നോക്കാനായിട്ട് 1 1 ഭയങ്കര സിമ്പിളാണ്. 1 1 ചെക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. 1 1 ഇങ്ങനെ നോക്കുക. അപ്പം നമുക്കൊരു എഫ് ഓഫ് എക്സ് വന്നിട്ടില്ലേ? ആ എഫ് ഓഫ് എക്സിനകത്ത് നമ്മൾ ഇങ്ങനെ എഴുതും. എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എഴുതും. ഇനി എന്താ 1 1 എന്ന് പറഞ്ഞിട്ടാണ്? അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഞാനാണ് സൈഡിലൊരെണ്ണം വരച്ച് കാണിച്ചത്. അപ്പോൾ ഇതേപോലെ ഒരു ആരോ ഡയഗ്രാം വരച്ചു. ഇത് 1 2 3. ഇപ്പുറത്ത് 4 5 6 7 ആണെന്ന് വെച്ചു. 1 1 ആണെങ്കിൽ എല്ലാവരും നമ്മൾ ഒരൊറ്റ കണക്ഷൻ മാത്രം കണ്ടില്ല, ഇങ്ങനെ കണക്ഷൻ ആയിരിക്കും. സിംഗിൾ കണക്ഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 1 ആയിരിക്കും. 2 കണക്ഷൻ എന്തായാലും വരത്തില്ല. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ആൾക്ക് 2 കണക്ഷൻ വരത്തില്ല. അതാണ് 1 1. ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്ക് എന്തായാലും 2 കണക്ഷൻ വരാൻ പാടില്ല. റൈറ്റ് സൈഡിലുള്ള ആൾക്ക് ഒറ്റ കണക്ഷൻ ഉണ്ടാവും. അതാണ് 1 1. അപ്പോൾ അത് ചെക്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എഴുതുക. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 3 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് 1 എന്തായിരിക്കും? 2x1 + 3 ആയിരിക്കും. എഫ് ഓഫ് എക്സ് 2 2x2 + 3 ആയിരിക്കും. നമുക്ക് ആദ്യം ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. 3 3 കട്ട് ചെയ്ത് കളയാം. അപ്പം എന്ത് കിട്ടി? 2x1 ഈസ് ഈക്വൽ ടു 2x2 എന്ന് കിട്ടി. ഇനി അടുത്ത 2 ഉം 2 ഉം കട്ട് ചെയ്ത് കളയാം. എന്ത് കിട്ടി? x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്
എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുവിൽ തുടങ്ങി എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടുന്ന് കിട്ടുവാണെങ്കിൽ 1 അല്ലെങ്കിൽ 1 അല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടുന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് 1 1. ഇങ്ങനെ കിട്ടിയാൽ എഫ് ഓഫ് എക്സ് എന്താണ്? 1 1 ആണ്. ഇനി നമുക്ക് ഓൺ ടു നോക്കാം. ഓൺ ടു കുറച്ചുകൂടെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, കമ്പാരിറ്റീവ്ലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓൺ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ 2 ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 2 ഫംഗ്ഷൻ വലുതായിട്ട് വരയ്ക്കാം. അല്ല, ഒരു ഫംഗ്ഷൻ്റെ ഒരു ആരോ ഡയഗ്രം വരയ്ക്കാം. ഓക്കെ, ആരോ ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു 1 2 3 4 5 6 ഇവിടെ ഒരു 4 കൂടെ ഉണ്ടെന്നില്ല, 1 2 3 4 ആണെന്ന് വെച്ചു. അപ്പോൾ 1 നിന്ന് 4ലേക്ക് കണക്ഷൻ, 2 നിന്ന് 4ലേക്ക് കണക്ഷൻ, 3 നിന്ന് 5ലേക്ക് കണക്ഷൻ, 4 നിന്ന് 6ലേക്ക് കണക്ഷൻ. ഇപ്പോൾ നോക്കിയേ, റൈറ്റ് സൈഡിൽ എല്ലാവർക്കും കണക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തോന്നിട്ടായിരിക്കും, അത്രേ ഉള്ളൂ. ഓൺ ടു എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള എല്ലാവർക്കും കണക്ഷൻ, 1 1 എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള എല്ലാവർക്കും ഒറ്റ കണക്ഷൻ, ഓൺ ടു എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള എല്ലാവർക്കും കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൺ ടു ആയിരിക്കും. സോ ഇവിടെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളെ. ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതും, y ഈസ് ഈക്വൽ ടു 2x + 3 എന്ന് എഴുതും. എന്നിട്ട് ചെക്ക് ചെയ്യും, എക്സ് കണ്ടുപിടിക്കാൻ നോക്കും. എക്സ് കണ്ടുപിടിക്കാനുള്ള മെയിൻ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് അല്ല വേണ്ടേ, എക്സ് ഉള്ള സാധനം എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതാം. 2x + 3 ഈസ് ഈക്വൽ ടു y എന്ന് എഴുതി. എന്നിട്ട് 2x ഈസ് ഈക്വൽ ടു y - 3 എന്ന് എഴുതും. x ഈസ് ഈക്വൽ ടു y - 3/2 എന്ന് എഴുതും. ഇനിയാണ് ഇതിനകത്തുള്ള ടഫ് ആയിട്ടുള്ള സംഭവം വന്നത്. ഇത്രയൊക്കെ നമ്മൾ ചെയ്തു. y ഈസ് ഈക്വൽ ടു തുടങ്ങി, എക്സ് കണ്ടുപിടിച്ചു. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഈ ക്വസ്റ്റ്യനിൽ ഒരു സാധനം വന്നിട്ടില്ലേ, ഇത് ചെക്ക് ചെയ്യുക. ഇതിനകത്ത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഫ്രം ആർ ടു ആർ, അതായത് എക്സിൻ്റെ വാല്യൂ ആറിൽ പെട്ടതായിരിക്കണം, വൈയുടെ വാല്യൂ ആറിൽ പെട്ടതായിരിക്കണം. നമ്മൾ ചെക്ക് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. വൈക്ക് ആറിൽ പെട്ട എന്തെങ്കിലും കൊടുക്കുമ്പോൾ, ഓക്കെ, ഈ ആറിൽ പെട്ട എന്തെങ്കിലും കൊടുക്കുമ്പോൾ എക്സിന് ഈ ആറല്ലാതെ വേറെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വന്നാൽ പ്രശ്നമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഈ ആർ ടു ആറിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം വർക്കാവും കേട്ടോ. ആർ ടു ആറിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം വർക്ക് ചെയ്യും. എൻ ടു എന്നിലേക്കാണ് പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. റിയൽ നമ്പറിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം വർക്കാവും. ഇവിടെയൊക്കെ നിങ്ങൾ ഏതൊക്കെ നമ്പർ ഇട്ട് കൊടുത്താലും നമുക്കൊരു റിയൽ നമ്പർ തന്നെ ഇട്ടുള്ളൂ. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ പോയിന്റ് ഉണ്ടാവും, ഒന്നും വിഷയമില്ല. അപ്പോൾ ഇത് വർക്കാകും. അപ്പോൾ അങ്ങനെ വർക്കാകും നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ഓൾ y element of R, അതിൽ വൈയുടെ ആറില്ല, രണ്ടാമത്തെ ആറ്. there exist an x element of R, x element of R. so this is on 2. so f of x is on 2. f of x എന്താണ്? on 2 ആണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. സംഭവമൊന്നുമല്ല. ക്ലിയർ അല്ലേ? ഇത്ര ഇത് റിവൈൻഡ് ചെയ്ത് നോക്കാം, എങ്ങനെ ചെയ്തേക്കുന്നത്. 1 1 1 2 എളുപ്പമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, ക്ലിയർ ആണ് എന്താണ് എൻ്റെ ഐഡിയ എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ എഫ് ഫ്രം എൻ ടു എൻ ചെയ്ത് നോക്കി. ഇത് 1 1 ആയിരിക്കും കേട്ടോ, അതൊന്നും ചെക്ക് ചെയ്യാനൊന്നുമില്ല. 1 1 നമുക്ക് അത്ര വലിയ സംഭവമൊന്നും വന്നിട്ടില്ല. 1 1 എളുപ്പത്തിൽ കിട്ടും. 1 1 കിട്ടാത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിനകത്ത് 1 1 വർക്ക് ചെയ്യും. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടും. ഓൺ ടൂലാണ് പ്രശ്നം വരാൻ പോകുന്നത്. നമുക്കൊന്ന് ഓൺ ടു ചെയ്ത് നോക്കാം. ഓൺ ടു ചെയ്ത് നോക്കുമ്പോൾ പഴയ പോലെ തന്നെ y ഈസ് ഈക്വൽ ടു 2x + 3 എന്ന് എഴുതി നമ്മൾ. എന്നിട്ട് ഇത് എക്സ് കണ്ടുപിടിക്കും. 2x + 3 ഈസ് ഈക്വൽ ടു y എന്ന് എഴുതി. 2x ഈസ് ഈക്വൽ ടു y - 3 എന്ന് എഴുതി. x ഈസ് ഈക്വൽ ടു y - 3/2 എന്ന് എഴുതി. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എഫ് ഫ്രം എൻ ടു എന്നല്ലേ, ഞാൻ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ വൈക്കിട്ട് കൊടുക്കുമ്പോൾ എക്സ് നാച്ചുറൽ നമ്പറിൽ പെട്ടതല്ലാത്ത സാധ്യത ഉണ്ടോ? കുറേ ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ വൈക്ക് 4 ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചു. 4 - 3 1 കിട്ടും. അപ്പോൾ 1/2 എന്ന് കിട്ടില്ല. ഇവിടെ ചെയ്ത് നോക്കാലോ. ഇവിടെ ഇങ്ങനെ എഴുതി കാണിച്ചാൽ ഇഫ് y ഈസ് ഈക്വൽ ടു 4, x ഈസ് ഈക്വൽ ടു അപ്പോൾ എന്തായിരിക്കും?
4 മൈനസ് 3/2. 4 മൈനസ് 3/2 എത്ര? 1/2. ഇത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല, ഇത് നാച്ചുറൽ നമ്പർ അല്ല. കാരണം എക്സ് നാച്ചുറൽ നമ്പറിലേ വരാവുള്ളൂ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് നാച്ചുറൽ നമ്പർ വരാവുള്ളൂ. ഇത് നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് ഇത് നോട്ട് ഓൺ ടു ആണ്. എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഓൺ ടു. അപ്പോൾ ആ ലിസ്റ്റിൽ പെട്ടത് വരാത്തത് കൊണ്ട് എന്താണ്? ഓൺ ടു അല്ല. ഓൺ ടു അല്ല എന്നാണ്. ക്ലിയർ അല്ലേ? അത്ര. ഇനി അടുത്തത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് 1 1 ആൻഡ് ഓൺ ടു നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 1 1 ഞാൻ ചെയ്ത് കാണിച്ചത്. 1 1 എന്ന് പറയുമ്പോൾ 1 1 ടെക്നിക്ക് ഓർമ്മയുണ്ടല്ലോ. എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എന്തായിരിക്കും? എക്സ് വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ ആയിരിക്കും. ആണല്ലോ, എക്സ് വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ. ഇതിനർത്ഥം എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു എന്നാണ്? അല്ല, കാരണം എപ്പോഴും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഉദാഹരണത്തിന് എക്സ് വൺ മൈനസ് ടു ആണെന്ന് വിചാരിക്കും, എക്സ് ടു 2 ആണെന്ന് വിചാരിക്കും. മൈനസ് ടുവിൻ്റെ സ്ക്വയർ എത്ര? 4. 2ൻ്റെ സ്ക്വയർ എത്ര? 4. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഒരേ ഉത്തരം കിട്ടില്ല. അപ്പോൾ എക്സ് വൺ സ്ക്വയറും എക്സ് ടു സ്ക്വയറും സെയിം ആയി, പക്ഷെ എക്സ് വൺ എക്സ് ടു സെയിം അല്ലല്ലോ. അപ്പോൾ ചില സമയത്ത് അങ്ങനെ സെയിം അല്ലാണ്ടും വരാം. അതുകൊണ്ട് നമ്മളിതിന് ഇങ്ങനെ എഴുതും, എക്സ് വൺ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് ടു. കാരണം പ്ലസ് ടു അല്ലെങ്കിൽ മൈനസ് ടു ആയിരിക്കും. അത് രണ്ടും ഈക്വൽ അല്ല. ചില സമയത്ത് ഇത് ഈക്വൽ അല്ല, ചില സമയത്ത് ഇത് ഈക്വൽ അല്ലാത്തത് കൊണ്ട് 1 1 അല്ല, നോട്ട് 1 1. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് 1 1. അപ്പം 1 1 ആകാത്ത ഒരു കേസാണ് ഇപ്പം നമ്മൾ കണ്ടത്. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് 1 1. ഓക്കെ, ഇത് ഓൺ ടു ആണോ ചെക്ക് ചെയ്യാം. ഓൺ ടു ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമുക്ക് പഴയ ടെക്നിക്കാണ്, അത് തന്നെ ഉപയോഗിക്കാം. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതുക. നമുക്ക് എക്സ് എല്ലാം പിടിക്കേണ്ട. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ എന്ന് എഴുതി. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് വൈ എന്ന് കിട്ടും. ആണല്ലോ, ആണല്ലോ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, വൈക്ക് റിയൽ നമ്പറിൽ പെട്ട ഏതെങ്കിലും ഒരെണ്ണം ഇടുമ്പോൾ എക്സിന് റിയൽ നമ്പറിൽ പെട്ട ഏതെങ്കിലും വരാതിരിക്കും എന്നുള്ള ചെക്ക് ചെയ്യും. ഓക്കെ, ഉദാഹരണത്തിന് അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാനൊരു നെഗറ്റീവ് നമ്പർ ഇട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് നെഗറ്റീവ് എന്ന് വരും. അങ്ങനെ വരാൻ പാടില്ല. റൂട്ടിനുള്ള നെഗറ്റീവ് വരാൻ പാടില്ല. പ്രശ്നമല്ല, ഇത് പ്രശ്നമാണ്, വർക്കാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. ഇത് വർക്കാവാത്തൊരെണ്ണമാണ് കേട്ടോ. കാരണം എന്താ? ഇഫ് വൈ ഈസ് ഈക്വൽ ടു ഒരു നെഗറ്റീവ് നമ്പർ, നമുക്ക് 3 എടുക്കാം, -3. ഇഫ് വൈ ഈസ് ഈക്വൽ ടു -3, എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -3, വിച്ച് ഇസ് നോട്ട് എ റിയൽ നമ്പർ. അത് റിയൽ നമ്പർ അല്ല. അങ്ങനെ വന്നതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഓൺ ടു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓൺ ടു ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ ഓൺ ടു ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? ഇതാണ് ഇത് ചെയ്യാനുള്ള ടെക്നിക്ക്. ഇനി ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് അടുത്ത ചാപ്റ്റർ. ഓക്കെ, ഇൻവേഴ്സിനകത്ത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പോലെ നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചായിരുന്നു. ട്രിഗ്നോമെട്രിയിൽ ഉദാഹരണത്തിന് sin 30 = 1/2 എന്ന് പറഞ്ഞു. ഓക്കെ, sin 30 1/2 ആണ്. sin 30 1/2 ആണെങ്കിൽ അത് തിരിച്ചിട്ടെന്ന് വിചാരിച്ചു. ഈ sin 30 1/2 ആണെങ്കിൽ ഏത് ആംഗിളിൻ്റെ ഉത്തരമാണ് 1/2? സൈൻ്റെ കേസിൽ 30 ഡിഗ്രി നമുക്കറിയാലോ. അത് എഴുതുന്ന രീതിയാണ് ഇത്. സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാണെന്ന് ചോദിക്കും. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആംഗിളിന് സൈൻ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് 1/2 കിട്ടുന്നത്. ഓക്കെ, ഏത് ആംഗിളിൻ്റെ സൈനാണ് 1/2? നമുക്കറിയാം sin 30 ആണ് 1/2 എന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉത്തരം വന്നിട്ട് എന്ത് കിട്ടും? നമുക്ക് 30 ഡിഗ്രി ഉത്തരം അല്ല, 1/2 ഉത്തരം 30 ഡിഗ്രി കിട്ടും. സൈൻ ഇൻവേഴ്സ് വെച്ച് ഇത്രയേ ഉള്ളൂ. ഏത് ആംഗിളിൻ്റെയാണ് ഈ പറഞ്ഞ നമ്പർ 30 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഇത് 30 ഡിഗ്രിക്ക് മാത്രമല്ല ഉള്ളത്. 1/2 എന്നുള്ള ഉത്തരം 150 ഡിഗ്രിക്കും ഉണ്ട്. 30 ഡിഗ്രിക്കും ഉണ്ട്, 150 ഡിഗ്രിക്കും ഉണ്ട്. അപ്പോൾ ഒരേ ചോദ്യത്തിന് 2 ഉത്തരം നമുക്ക് പറ്റില്ല. ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരം മതി. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ചില ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട് വാല്യൂ എടുക്കുന്നതിൽ. ആ ലിമിറ്റേഷൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് വിചാരിച്ചു. സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ
ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമ്മൾ ഉത്തരം -π/2 മുതൽ +π/2 വരെ വരാവുള്ളൂ. അതിനർത്ഥം -90 മുതൽ +90 വരെയുള്ള ഉത്തരം എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ 2 ഉത്തരങ്ങൾ കിട്ടിയില്ലേ, 13 115. അപ്പോൾ അതിനകത്ത് 150 എടുക്കാൻ പറ്റില്ല, കാരണം -90 മുതൽ +90 വരെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 30 ആയിരിക്കും ഉത്തരം. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് എൻ്റെ ഒരു ഐഡിയ. ഓക്കെ, ഓരോന്നിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇനി സൈനിന് -π/2 to π/2, കൊസീക്ക് ആണെങ്കിൽ -π/2 to π/2 -0, 0 വരത്തില്ല. ഇതെല്ലാം സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. പിന്നെ ടാൻ ഇൻവേഴ്സ് ആണെങ്കിലോ -π/2 to π/2 റൗണ്ട് ബ്രാക്കറ്റ് വരും. ഓക്കെ, -π/2 to π/2 റൗണ്ട് ബ്രാക്കറ്റിൽ വരും. ഇതാണ് ടാനിൻ്റെ കേസിൽ. ക്ലിയർ അല്ലേ? ഇനി കോസിന്റെ കേസിലാണെങ്കിലോ 0 to π ആയിരിക്കും റൗണ്ട് ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്. സീക്കിന്റെ കേസിലാണെങ്കിലും സീക്ക് ഇൻവേഴ്സ് ആണെങ്കിൽ 0 to π സ്ക്വയർ ബ്രാക്കറ്റ് -π/2. കോട്ടിന്റെ കേസിലാണെങ്കിൽ 0 to π റൗണ്ട് ബ്രാക്കറ്റ്. അങ്ങനെ എല്ലാ ഫംഗ്ഷൻസിനും ഉണ്ട്, പക്ഷെ ഇവരുടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഏകദേശം ഒരേപോലെ ഉള്ളതാണ് ഞാൻ അടുത്തടുത്ത് വെച്ചേക്കുന്നത്. സൈൻ കൊസീക്ക് ടാൻ ഒരേപോലെയാണ്, കോസ് സീക്ക് കോട്ട് ഒരേപോലെയാണ്. അപ്പം അവരുടെയാണ് ഈ അടുത്തടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് അടുത്തിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1/2 30 എന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് -1/2 എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നെഗറ്റീവായിട്ട് ബന്ധപ്പെട്ടത് മനസ്സിലായി. 1/2 30 ആണെങ്കിൽ -1/2 -30 ആയിരിക്കില്ലേ? സൈൻ ഉത്തരം -30 ആയിരിക്കും. കാരണം സൈൻ്റെ അകത്ത് നെഗറ്റീവ് ഓക്കെ ആണ്. സൈൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി, സൈൻ്റെ ലിസ്റ്റിൽ -π/2 മുതൽ കൊടുക്കാനല്ലേ ഏറ്റവും ആദ്യം. സൈൻ്റെ ലിസ്റ്റിൽ -π/2 π/2 മുതൽ π/2 വരെയാണ്. അത് -90 മുതൽ 90 വരെ എല്ലാം ഓക്കെയാണ്. സോ സൈൻ ഇൻവേഴ്സ് -1/2 -30 പ്രശ്നമില്ല. പക്ഷേ കോസിൻ്റെ കേസ് എടുത്ത് നോക്കാം. കോസ് ഇൻവേഴ്സ് 1/2, കോസിൻ്റെ കേസിൽ 1/2 വരുന്നത് 60 ഡിഗ്രിക്ക്. അത് ഓക്കെയാണ്, കാരണം പക്ഷെ കോസ് ഇൻവേഴ്സ് -1/2 അത് -60 ഡിഗ്രി അല്ല. കാരണം കോസിൻ്റെ കേസിൽ മൈനസ് ഇല്ല. കോസിൻ്റെ കേസിൽ നോക്കിയേ 0 to π അടക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നോക്കേണ്ടത് 0 to π അല്ലേ, 180 ആയിട്ട് കണക്ഷൻ അല്ല, അത് 180 -60 ആയിരിക്കും. അങ്ങനെയാണ് അത് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് കിട്ടും? 120 ഡിഗ്രി കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, കോസ് ഇൻവേഴ്സ് -1/2 120 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണ് കോസിനെ എടുത്ത് ചെയ്യുക കേട്ടോ. അടുത്തത് നമുക്കൊരു ടാൻ ഇൻവേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 2 cos 2 sin ഇൻവേഴ്സ് 1/2. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്താ? അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ബ്രാക്കറ്റിനുള്ളിൽ അതല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos ബ്രാക്കറ്റിൽ 2 സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 ഇത്ര 30 ഡിഗ്രി അല്ലേ, 2 × 30 ഡിഗ്രി എന്ന് വരും. 2 × 30 എത്രയും 60. അപ്പം ഇങ്ങനെ വരും. ടാൻ ഇൻവേഴ്സ് 2 cos 2 × 30 60 ഡിഗ്രി, 2 cos 60 ഡിഗ്രി. പിന്നെ നമ്മൾ അടുത്ത് ചെക്കേണ്ട ബ്രാക്കറ്റിനുള്ളിൽ cos 60 ഡിഗ്രി. cos 60 എത്ര? 1/2. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് 2 × cos 60 1/2. 2 × 1/2 എത്ര വരും? 1 വരും. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് 1 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് 1 എത്ര? ഏത് ആംഗിളിൻ്റെ ടാൻ 1 വരണേ? 45 ഡിഗ്രിക്കാണ്. അപ്പോൾ നമുക്ക് ഉത്തരം വന്നിട്ട് 45 ഡിഗ്രി എന്ന് എഴുതാം. 45 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ π/4 ആണ്. π/4 എന്ന് ഫൈനലായിട്ട് എഴുതി വെച്ചേക്കാം. π എന്ന് വെച്ചാൽ 180 ആണ്. സോ 180 / 4 ആണല്ലോ 45 ആണ്. സോ 45 ഡിഗ്രി എന്ന് വെച്ചാൽ π/4 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഇതാണ് അത്രേ ഉള്ളൂ. ഇനി വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് sin 2π/3. ഇത് ഒന്ന് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ആംഗിളിനെ നമുക്കൊന്ന് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 2π/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇത്രയും ചെയ്താൽ മതി. ആ പൈയുടെ അവിടെ 180 ഇട്ട് കൊടുക്കുക. 2 × 180/3 120 ഡിഗ്രി എന്ന് കിട്ടും. 120 ഡിഗ്രി. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഉത്തരം ഈ സൈൻ ഇൻവേഴ്സും സൈനോട് കട്ടായി പോയിട്ട് ബാലൻസ് ഇപ്പോൾ 120 ഡിഗ്രി എന്നാണ് ശരിക്കും വരേണ്ടത്. സൈൻ ഇൻവേഴ്സും സൈനും കട്ടായി പോയി, പിന്നെ ബാലൻസ് തന്നെയാണ് ഉത്തരം. ഇപ്പോൾ 120 ആണ് ശരിക്കും ഉത്തരമായിട്ട് വരേണ്ടത്, പക്ഷെ 120 വരില്ല. കാരണം സൈൻ ഇൻവേഴ്സിൻ്റെ കേസിൽ 120 ഇല്ല, -90 മുതൽ 90 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റത്തെ കാര്യം, നമ്മുടെ ഈ ASTC എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, ASTC, അതായത് എവിടെ ഏതൊക്കെ പോസിറ്റീവ് നോക്കാനുള്ള, അത് വരച്ചു നോക്കുക. അപ്പോൾ ഇത് 0 ഡിഗ്രി ആണെങ്കിൽ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ, 180 ഡിഗ്രി, ഇത് 270. ഇനി നമ്മുടെ ഈ 120 എവിടെ വരണേ നോക്കണം. എന്നോട് ഒരു കാര്യം കൂടെ എഴുതണം, ഓരോ ക്വാഡ്രനും ഒരു ഇക്വേഷൻ ഉള്ളത് എഴുതി നോക്കണം. ഇത് തീറ്റ. സെക്കൻഡ് വൺ ആണെങ്കിൽ 180 മൈനസ് തീറ്റ, തേർഡ് വൺ ആണെങ്കിൽ 180 പ്ലസ് തീറ്റ, ഫോർത്ത് വൺ ആണെങ്കിൽ 360 മൈനസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ആ ചെക്ക് ചെയ്ത് തരുമ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഇപ്പോൾ 120 ഡിഗ്രിയാണല്ലോ നമ്മുടെ ഉത്തരം വന്നത്. 120 ഡിഗ്രിയിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവണമെന്ന് നോക്കാം. ചോദ്യം സൈനിൻ്റെ ആണ്. അവിടെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. സൈൻ പോസിറ്റീവ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഉത്തരം സൈനിൻ്റെ പോസിറ്റീവ് ഉത്തരങ്ങളുടെ പോലത്തെ ഉത്തരമായിരിക്കും. ഓക്കെ, അതായത് 0 to 90 പെട്ടൊരു ഉത്തരമായിരിക്കും നമുക്ക് വരാമെന്ന് ഉറപ്പായി. ഇനി രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഇക്വേഷൻ എന്താണ്? 180 മൈനസ് തീറ്റയാണ്. അപ്പോൾ 180 മൈനസ് തീറ്റയാണ് നമ്മുടെ ഈ 120 ഡിഗ്രി. കാരണം 120 ഡിഗ്രി വരുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്, 120 സെക്കൻഡ് ക്വാർട്ടറിലുള്ള, കാരണം 90ക്കും 180ക്കും ഇടക്കല്ലേ ആ എസ് വരുന്ന സ്ഥലം. എസ് വരുന്ന സ്ഥലത്ത് സൈൻ പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ സൈൻ പോസിറ്റീവ് എന്ന് മനസ്സിലായി. അവിടുത്തെ ഇക്വേഷൻ 180 മൈനസ് തീറ്റ എന്ന് മനസ്സിലായി. 180 മൈനസ് തീറ്റ 120 ആണെങ്കിൽ തീറ്റ ഇപ്പോൾ എത്രയായിരിക്കും? 180 മൈനസ് 60 അല്ലേ 120. സോ തീറ്റ 60 എന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടാറായിട്ടാണ്. ഫൈനൽ ആൻസറിലേക്ക് ഇപ്പോൾ എത്തും. അപ്പോൾ സൈൻ പോസിറ്റീവ് ആണ്, ഇപ്പോൾ പോസിറ്റീവ് ഉത്തരമായിരിക്കും വരാൻ പോകുന്നത്. തീറ്റ 60 ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ തീറ്റ 60 എന്ന് മനസ്സിലായിട്ടുണ്ട്. തീറ്റ 60 ആണെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെയായിരിക്കും? ഫൈനൽ ആൻസർ 16 ആയിരിക്കും, കാരണം പോസിറ്റീവ് ഉത്തരമല്ലേ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വന്നിട്ട് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി സൈൻ നെഗറ്റീവ് ആയിരുന്നെങ്കിലോ -60 വന്നാലും അത്രേ ഉള്ളൂ. ഓക്കെ, 60 ഡിഗ്രി കിട്ടും. ഈ 60 ഡിഗ്രി എന്ന് വെച്ചാൽ π/3 ആണ്, 180/3. അപ്പോൾ π/3 അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചോ. 60 ഡിഗ്രി എന്ന് വെച്ചാൽ π/3 ആകുമ്പോൾ π/3 എഴുതി വെച്ചേക്ക്, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് ഇനി ഒരു ഇക്വേഷൻ നമുക്ക് കാണാൻ പഠിക്കണം. കാരണം ഈ ഒരു ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, tan inverse A plus tan inverse B is equal to tan inverse A plus B by 1 minus AB. ഇനി tan inverse A minus tan inverse B ആണെങ്കിലോ, വേണേൽ അതും പഠിച്ചു വെച്ചേക്കാം. tan inverse A minus tan inverse B ആണെങ്കിൽ അതിന് ഉത്തരം വന്നിട്ട് tan inverse of A minus B by 1 plus AB ആയിരിക്കും. ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലാക്കി വെച്ചോളൂ. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. tan inverse 2/1 plus tan inverse 7/24 is equal to tan inverse 1/2. നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാം. tan inverse A plus tan inverse B അല്ലേ ചോദിച്ചേക്കണേ. അപ്പോൾ LHSന് tan inverse A plus tan inverse B അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. tan inverse A plus tan inverse B എന്താണ്? tan inverse A plus B by 1 minus AB. അപ്പോൾ tan inverse 2/11 plus tan inverse 7/24 എന്തായിരിക്കും? tan inverse of A plus B by 1 minus AB കേട്ടോ. അപ്പോൾ 2/11 plus 7/24 by 1 minus 2/11 into 7/24 എന്നാണ്. ഓക്കെ, ഇത് വന്നിട്ട് tan inverse of ഈ 2/11 by 7/24 ക്രോസ് ചെയ്യാലോ. അത് 2 into 24 plus 7 into 11 by 11 into 24.
ഡിവൈഡഡ് ബൈ താഴെ അതേപോലെ നമുക്ക് ചെയ്യാം 1 മൈനസ് 2 ഇൻറ്റു 7 14 14/11 × 24 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വീണ്ടും ചെയ്യണം, കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. താഴെ ഒന്നും കൂടെ നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട്. മേളിൽ 2 × 24 48 വരും. അപ്പം ഇങ്ങനെ വരും ഇതിന് ഉത്തരം tan inverse ഓഫ് 48 പ്ലസ് 77/11 × 24 ചെയ്യുമ്പോഴത്തേക്കും 264 കിട്ടും. ഡിവൈഡഡ് ബൈ ഇനി ഒരു ക്രോസ് ചെയ്യാനുണ്ട്. 1 മൈനസ് 2/11 14/264 കിട്ടും. 1 മൈനസ് 14/264. ഇനി ഇവിടെയും വീണ്ടും ക്രോസ് ചെയ്യാം. താഴെ ഒന്നുകൂടെ ക്രോസ് ചെയ്യാൻ പറ്റും. ഇത് ടാൻ ഇൻവേഴ്സ് മേളിൽ 48 പ്ലസ് 77 125 കിട്ടും. 125/264 ബൈ ഇവിടെ താഴെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും 264 മൈനസ് 14/264 എന്ന് കിട്ടും. ഇതൊന്നുകൂടെ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 125/264 ബൈ 264 മൈനസ് 14 എത്ര? 250. 250/264 എന്ന് കിട്ടും. 264 കട്ട് ബാലൻസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 125/250 എന്ന് കിട്ടും. ഈ 124/250 എന്താ? 125/250 എന്താ? കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1/2 കിട്ടും കേട്ടോ. സിമ്പിളാണ്. ടാൻ ഇൻവേഴ്സ് 1/2. ഇതാണ് നമ്മുടെ ഉത്തരം. ടാൻ ഇൻവേഴ്സ് 1/2 ആണ് ഉത്തരം. ഇത് തന്നെയല്ലേ നമ്മുടെ RHS. ഇതാണ് RHS. സോ ഈക്വൽ ടു RHS എന്ന് എഴുതാം. സോ ഹെൻസ് പ്രൂവ്ഡ്. ഇങ്ങനെ ഈക്വൽ ടു RHS കിട്ടിയതുകൊണ്ട് അത് പ്രൂവായി. അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ടെക്നിക്ക് കേട്ടോ. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? സംഭവം ഒന്നുമില്ലല്ലോ, എളുപ്പമല്ലേ? അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ ചെയ്ത അതേ ടെക്നിക്ക് വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇനി കോസ് ഇൻവേഴ്സും സൈൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും എന്താണെങ്കിലും നമ്മളതിനെ എല്ലാത്തിനും ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റിയാലും ശരിക്കും ഇതിനൊക്കെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. പക്ഷെ പഠിക്കാൻ പറ്റൂലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതിനെല്ലാം ടാനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരൊറ്റ ഇക്വേഷൻ വെച്ച് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കോസ് ഇൻവേഴ്സ് എന്നുള്ള സംഭവമല്ലേ, അത് നമുക്ക് എടുക്കാം. കോസ് ഇൻവേഴ്സ് 4/5 ഇതും പ്രൂവ് ചെയ്യാനായിട്ടുള്ള ചോദ്യം കേട്ടോ. നമുക്ക് പക്ഷേ കോസ് ഒന്നും അറിയാൻ പാടില്ല, പക്ഷെ അത് ടാൻ അറിയാം. ടാൻ്റെ ഇക്വേഷൻ അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കോസ് ഇൻവേഴ്സ് 4/5 എടുക്കും. എന്നിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കും. ഇവിടെ ഒരു തീറ്റ കൊടുക്കും. കോസ് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസൻ്റ് ആണ് 4, ഹൈപ്പോട്ടന്യൂസ് ആണ് 5. അപ്പോൾ ഓപ്പോസിറ്റ് ആരായിരിക്കും? 3, 4, 5 അല്ലേ? ഇത് 3 ആയിരിക്കും. അപ്പോൾ കോസ് ഇൻവേഴ്സ് 4/5 എന്ന് വെച്ചപ്പോൾ എന്തായിരിക്കും? ടാനിൻ്റെ കേസിൽ അപ്പോൾ എന്തായിരിക്കും? നമുക്ക് ട്രയാങ്കിൾ കിട്ടി, കോസിൻ്റെ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ടാൻ വരുമ്പോൾ അത് എങ്ങനെ വരും ആലോചിച്ച് നോക്കിയേ. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് 3/5 ആയിരിക്കും. സോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അല്ലേ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3/4 ആയിരിക്കും. അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് 4/5 ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതേ സ്ഥാനത്ത് ഈ കോസ് ഇൻവേഴ്സ് 12/13 കോസ് ഇൻവേഴ്സ് 12/13 നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. കോസ് ഇൻവേഴ്സ് 12/13 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് 12/13 നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഇവിടെ തീറ്റ എഴുതുക. കോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ 12 ഇവിടെ, 13 ഇവിടെ വരും. നിങ്ങൾക്കിത് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് 5 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കോസ് ഇൻവേഴ്സ് 12/13 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇങ്ങനെ എഴുതി വെക്കാം. കോസ് ഇൻവേഴ്സ് 12/13 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഓപ്പോസിറ്റ് എത്ര? 5. അഡ്ജസൻ്റ് എത്ര? 12. ടാൻ ഇൻവേഴ്സ് 5/12 ആയിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 മാറ്റി എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതുന്നുണ്ട്. കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 നമുക്ക്
മാറ്റി ഇങ്ങനെ എഴുതാം. ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 5/12. സോ നിങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുക. കോസ് മാറി ടാനായി കിട്ടി, അത് വെച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഞാൻ സ്റ്റെപ്പ് കാണിക്കണില്ല, ചെയ്തെടുക്കാവുന്നുള്ളൂ. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഇനി അടുത്തതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അതായത് ട്രിഗ്നോമെട്രി വരുമ്പോൾ എന്തായാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ 3 sin inverse x is equal to sin inverse 3x minus 4x cube. കാണുമ്പോൾ തന്നെ അറിയാം LHS RHS ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ മറ്റേതായിട്ട് പ്രൂവ് ചെയ്യാറ് പതിവ്. നോർമലി LHS എടുക്കാറ്. പക്ഷേ ഇവിടെ RHSലാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? RHS എടുക്കും. ഓക്കെ, RHSൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് സൈൻ ഇൻവേഴ്സ് അല്ല, സൈൻ ഇൻവേഴ്സ് ആണല്ലോ. അപ്പോൾ അകത്ത് സൈനിൻ്റെ ആരെങ്കിലും വരണം. ഓക്കെ, സൈനിൻ്റെ എന്തെങ്കിലും വരണം. അതാണ് എൻ്റെ രീതി. നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈനിനെ കട്ട് ചെയ്ത് കളയാം. സൈനിൻ്റെ ആരെങ്കിലും വന്നെങ്കിൽ ഈ കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ 3x - 4x cube, അത് സൈനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം കിട്ടും. സൈൻ 3x എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ സൈൻ 3θ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 sin θ - 4 sin cube θ ആണ് കേട്ടോ. അപ്പോൾ സൈൻ 3ഉം 4 ഒക്കെ വന്നെ അവിടെയാണ് മനസ്സിലായി. 3 sin θ - 4 sin cube θ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചേക്കാം. sin 3θ is equal to 3 sin θ - 4 sin cube θ. ഇതൊന്നും കാണാണ്ട് പഠിക്കൽ നല്ലതാണ്. പക്ഷെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി വെച്ചോളാം. 3ഉം 4 ഒക്കെ വന്ന് അവിടെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ അതിന് കുറേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ എക്സിന് പകരം സൈൻ തീറ്റ കൊടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കാൻ പോണത്. ഈ ഒരു ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് മാത്രം മനസ്സിലാക്കി വെച്ചത്. ഇത് പരീക്ഷയ്ക്ക് എഴുതണം നിർബന്ധമൊന്നുമില്ല. പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ എക്സിന് പകരം സൈൻ തീറ്റയാണ് ഉപയോഗിക്കാൻ പോകുന്നത് മനസ്സിലാക്കുക. എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ അപ്പം എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, അവിടെ എഴുതി വെക്കണം, കാരണം ഉപകാരപ്പെടും. ഇനി നമ്മളിപ്പോൾ RHS എടുക്കണം കേട്ടോ. RHSൽ എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? സൈൻ തീറ്റ കൊടുക്കണം. സൈൻ ഇൻവേഴ്സ് ഓഫ് 3 sin θ - 4 sin cube θ എന്ന് വരും. കാരണം എക്സിന് വരെ ഞാൻ എന്ത് കൊടുത്തു? സൈൻ തീറ്റ കൊടുത്തു. ഈ 3 sin θ - 4 sin cube θ എന്താ? അത് സൈൻ 3θ ആണ്. ഇപ്പോൾ കുറച്ചും കൂടെ എഴുതിയില്ലായിരുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3θ എന്ന് വരും. ഓക്കെ, സൈൻ ഇൻവേഴ്സും സൈനും കട്ടായി, ബാലൻസ് എന്താ ഉത്തരം? 3θ. തീറ്റ എന്താ? തീറ്റ എഴുതിയിരിക്കണം, സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. തീറ്റ കൊണ്ട് എഴുതിയിട്ടുണ്ട്. തീറ്റ വന്നിട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കൊടുക്കാം. അപ്പോൾ ഇത് 3 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഇതെല്ലാം നമ്മുടെ RHS, സോറി LHS. 3 സൈൻ ഇൻവേഴ്സ് എക്സ് ആണല്ലോ LHS. സോ അതുകൊണ്ട് ഇവർ ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഹെൻസ് പ്രൂവ്ഡ്. ഇപ്പോൾ RHS തുടങ്ങി നമ്മൾ LHS അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഇത് കറക്റ്റാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, മിക്ക വർഷം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ, അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഫോമിൽ എഴുതാൻ എല്ലാ വർഷവും ഇത് ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുറത്ത് ടാൻ ഇൻവേഴ്സ് അല്ല, അപ്പം അകത്ത് നമുക്ക് ടാനിൻ്റെ ആരെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ഐഡിയ വെച്ച് വേണം പോകാനായിട്ട്. ഓക്കെ, ഇത് നല്ല കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്. ഇത് ശരിക്കും ഇതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു വെച്ചേക്കണം, മനസ്സിലാക്കി കാണാണ്ടും ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഒറ്റ കാര്യം ഓർത്ത് വെക്കുക, ഉള്ളിലെ എക്സ് ടാൻ തീറ്റ ആണ്. ഓക്കെ, പുറത്ത് ടാൻ ഇൻവേഴ്സ് ആയതുകൊണ്ടല്ല, കറങ്ങി തിരിഞ്ഞത് വരാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലെ എക്സ് ടാൻ തീറ്റ ആണെന്നുള്ള മാത്രം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ഇതാണ് എൻ്റെ ടെക്നിക്ക് കേട്ടോ. കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കി ചെയ്യാം, പക്ഷേ മിക്കതും കാണാതെ ചെയ്യേണ്ടി വരും ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത്. എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, ഇനി ഉള്ളിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും, -1 ബൈ ടാൻ തീറ്റ. ഇത്തിരി ലോങ് ക്വസ്റ്റ്യൻ ആണ്.
ഇങ്ങനെ കിട്ടും. ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ സീക്ക് സ്ക്വയർ തീറ്റ ആണ്. നമുക്കത് എവിടെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ എന്ന് വരും. ഓക്കെ, റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ എന്തായിരിക്കും? സീക്ക് തീറ്റ ആയിരിക്കും. റൂട്ടും സ്ക്വയറോടെ കട്ടായി പോകുമല്ലോ. ഇത് വന്നിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് സീക്ക് തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പും കണ്ടുപിടിച്ച് വെച്ചോളണം. ഈ സീക്ക് തീറ്റനെ ഞാൻ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതും. ടാൻ തീറ്റനെ ഞാൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതും. അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ നിന്ന് കാണാണ്ട് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് 1 ബൈ കോസ് തീറ്റ മൈനസ് 1. സീക്ക് തീറ്റനെ ഞാൻ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതി. ടാൻ തീറ്റനെ ഞാൻ എന്തെഴുതി? ടാൻ തീറ്റനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മേളിലെത്തത് 1 ബൈ കോസ് തീറ്റ മൈനസ് 1 എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇങ്ങനെ വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ ഓക്കെ, മേളിലും താഴെയും രണ്ട് കോസ് തീറ്റ ഒന്നും ഇല്ല. അത് കട്ട് ചെയ്ത് വെക്കാം. കോസ് തീറ്റ കട്ടായി. നമുക്കിപ്പോൾ അടുത്തത് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഓർത്തോണം. നല്ല വ്യത്യാസത്തിലുള്ള ഇതിനെ ചെറുതായിട്ടൊന്ന് മാറ്റണം. ഈ തീറ്റയ്ക്ക് പകരം ഞാൻ 2 തീറ്റ ബൈ 2 എന്ന് എഴുതാൻ പോവാം. ഓക്കെ, ഒരു വ്യത്യാസത്തിലുള്ള സംഭവമാണ് കേട്ടോ. ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് ചെറിയ വ്യത്യാസം ഞാൻ എഴുതാൻ പോവാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് വരും. മേളും താഴെയും 2 എന്നുകൊണ്ട് കട്ടായി പൊക്കോളൂ. പക്ഷെ ഇത് എഴുതിയതുകൊണ്ട് ഉപകാരമുണ്ട്. ഇങ്ങനെ സൈൻ 2 തീറ്റ ബൈ 2 എന്നും വരും. ഓക്കെ, 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ഒരു ഇക്വേഷനാണ്. അത് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. ഓക്കെ, 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. അതവിടെ എഴുതാം. ഇനി സൈൻ 2 തീറ്റ ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ 2 തീറ്റ ഓർക്കണില്ല. 2 സൈൻ തീറ്റ കോസ് തീറ്റ. അതേപോലെ സൈൻ 2 തീറ്റ ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ആയിരിക്കും. അത് മാത്രം കണക്ക് പഠിച്ച് വെച്ചേക്കുക. ഇത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 വന്നിട്ട് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ സൈൻ 2 തീറ്റ ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് വരും. ഓക്കെ, നമുക്ക് ഈ മേളിൽ സൈൻ സ്ക്വയറും ഉണ്ട്, താഴെ സൈൻ തീറ്റ ബൈ 2 ഉണ്ട്. കട്ട് ചെയ്യാലോ. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 സൈൻ തീറ്റ ബൈ 2 കട്ടായിട്ട് പിന്നെ 2 ഒക്കെ കട്ടായി പോകും. മേളിൽ സൈൻ തീറ്റ ബൈ 2 ഉണ്ട്, താഴെ കോസ് തീറ്റ ബൈ 2 ഉണ്ട്. ബാലൻസ് എന്ത് കിട്ടും? നമുക്ക് ടാൻ തീറ്റ ബൈ 2 കിട്ടും. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2 കിട്ടും. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2. എന്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ബൈ 2? ടാൻ ഇൻവേഴ്സും ടാനും കട്ടായി പോകില്ലേ? ബാലൻസ് നമുക്ക് തീറ്റ ബൈ 2 കിട്ടും. തീറ്റ എന്തായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു?
തീറ്റ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ തീറ്റ ബൈ ടു എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ടു ആയിരിക്കും. നമ്മുടെ ഫൈനൽ ആൻസർ വന്നിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ടു ആണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ഇത്രയേ ഉള്ളൂ, ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ടു ആണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും പഠിച്ചു വെച്ചോളാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇനി 3-4 ചാപ്റ്റർ നോക്കാം, മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്. ഓക്കെ, ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സ് ഉണ്ട്, അറിയാലോ, മെട്രിക്സ് ഉണ്ട്. മെട്രിക്സിനകത്ത് ഫസ്റ്റ് നമുക്ക് ട്രാൻസ്പോസ് മേടിക്കാൻ പഠിക്കാം. ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, റോ കോളം ആക്കുക, കോളം റോ ആക്കുക. അപ്പോൾ നമ്മളതിനെ എ ട്രാൻസ്പോസ് ആയിരിക്കും എഴുതുക. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു റോ കോളം ആക്കുക, കോളം റോ ആക്കുക. അതായത് ഈ 2-3 റോ അല്ലേ, നമ്മളതിന് കോളമായിട്ട് എഴുതാം. 2-3 ഇവിടെ, പിന്നെ 1-2 ഇവിടെ. ഇത്ര ഉള്ളൂ. ഇതാണ് എ ട്രാൻസ്പോസ്. കഴിഞ്ഞു. ഇതാണ് ട്രാൻസ്പോസ് എടുക്കുന്ന രീതി. അടുത്തത് നമുക്ക് അഡ്ജോയിൻ്റ് എടുക്കാൻ പഠിക്കണം. അഡ്ജോയിൻ്റ് എടുക്കാനായിട്ട് നമ്മൾ ആദ്യം മൈനർ കണ്ടുപിടിക്കാൻ പഠിക്കണം. മൈനർ, അതിന് വേണ്ടിയിട്ട് പൊസിഷൻ എഴുതാനുണ്ട്. നോക്കണേ, 2-3-1-2 അല്ലേ, നമുക്ക് അതിൻ്റെ പൊസിഷൻസ് ഒന്ന് പഠിച്ചു വെക്കണം. അതായത് 2-3-1-2 ആണെങ്കിൽ ഇവരുടെ പൊസിഷൻ നമുക്കറിയണം. ഞാൻ ഈ പൊസിഷൻ റെഡ് കളറിൽ എഴുതാം. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. ഓക്കെ, ആദ്യം റോ പറയും, പിന്നെ കോളം പറയും. ക്ലിയർ ആണല്ലോ അല്ലേ? ആദ്യം റോ പറയും, പിന്നെ കോളം പറയും. അപ്പോൾ ഈ 2 ഏത് പൊസിഷനിലാണ്? 2 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലാണ്. നമുക്ക് അതിനെ മൈനർ കണ്ടുപിടിക്കാൻ പോകേണ്ടത്. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം മൈനർ കണ്ടുപിടിക്കണം. അപ്പം ഞാനിതിൻ്റെ മൈനർ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. മൈനർ ആദ്യം നമുക്ക് M11 എടുക്കാം. M11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലാണ് മൈനർ. അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2ൻ്റെ നേരെയുള്ള എല്ലാം നമ്മൾ വെട്ടിക്കളയും. 2ൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വെട്ടും, പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് വെട്ടും. പിന്നെ ബാലൻസ് എന്താ ഉള്ളത്? അതാണ് അതിൻ്റെ മൈനർ 2. അത്രേ ഉള്ളൂ. ഓക്കെ, M11 2 ആണ്. ഇനി അടുത്തത് M12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇതിനും ചെയ്യാം. എല്ലാത്തിനും ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, എല്ലാ നമ്പറും ഇങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ മാറ്റി എഴുതാം. 2-3-1-2 അല്ലേ. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആരാ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം. അതിൻ്റെ താഴത്തേക്കും ഇങ്ങനെ വെട്ടിക്കളയാം. ബാലൻസ് എന്താ പറയുന്നത്? 1 അല്ലേ. M12 1 ആയിരിക്കും. ഇതേപോലെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ M21 ഉണ്ട്, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. M21 വന്നിട്ട് 3 ആയിരിക്കും. M22 എന്തായിരിക്കും? M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത്തേൻ്റെ 2 തന്നെ കേട്ടോ. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇതാണ് മൈനർ എന്ന് പറയുന്നത്. മൈനർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? കോഫാക്ടർ കണ്ടുപിടിക്കാം. കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിന്തിക്കാനുണ്ട്. ഈ മൈനറിൻ്റെ കൂടെ നമ്മളൊരു സാധനം മൾട്ടിപ്ലൈ ചെയ്യും കോഫാക്ടറിലൂടെ. കോഫാക്ടറിൽ നമ്മൾ മൈനറിൻ്റെ കൂടെ ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം മൈനറിൻ്റെ ഈ 1-1 ഇല്ലേ, കോഫാക്ടറിൻ്റെ സിമ്പിൾ എ ആണ്. A11 എന്ന് പറയും. ഇത്രയും ചെയ്യും. -1 റേസ് ടു 1 + 1 M11 ആണ് നമ്മുടെ ഉത്തരം. മൈനർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, -1 റേസ് ടു 1 + 1. എന്തുകൊണ്ട് 1 + 1 വന്നേ? കാരണം അതിൻ്റെ കൂടെ നമ്പർ 1 + 1 ആയതുകൊണ്ട്. 1 + 1 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ അല്ല. ഈവൻ നമ്പർ ആണെങ്കിൽ കൂട്ടുമ്പോൾ ഈവൻ നമ്പർ ആണല്ലോ, നേരെ നമ്മുടെ അതേ ഉത്തരം തന്നെ കിട്ടും. മൈനറിന് അതേ ഉത്തരം തന്നെ ആയിരിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് ഓഡ് നമ്പർ ആണെങ്കിലോ, A12 ആകുമ്പോഴത്തേക്കും -1 റേസ് ടു 1 + 2. 1 + 2 ചെയ്യുമ്പോൾ ഓഡ് നമ്പർ അല്ലേ, 3. ഇപ്പം എന്തോരും? നമ്മുടെ മൈനറിൻ്റെ ഓപ്പോസിറ്റ് സൈനിൽ കിട്ടും ഉത്തരം, -1 കിട്ടും. അപ്പോൾ A21 എന്തായിരിക്കും? ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടും. അതിന് ഉത്തരം -3 ആയിരിക്കും. ഓരോന്നും ചെയ്ത് നോക്കാം കേട്ടോ. A22 ആണെങ്കിലോ മൈനറിന് അതേ സൈൻ ആയിരിക്കും, കാരണം 2 + 2 4 ഈവൻ നമ്പറാണ്. നമുക്ക് കോഫാക്ടർ കിട്ടി. അപ്പോൾ കോഫാക്ടർ നിങ്ങൾ മനസ്സിലായി. അപ്പം നമുക്ക് ഈ കോഫാക്ടർ എല്ലാം കൂടെ എടുത്ത് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. ഓക്കെ, കോഫാക്ടർ എല്ലാം കൂടെ മെട്രിക്സ് ആയിട്ട് എടുത്ത് കോഫാക്ടർ മെട്രിക്സ് ആയി.
അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് എഴുതാം. കോഫാക്ടർ എല്ലാം കൂടെ എടുത്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടണത് കോഫാക്ടർ മെട്രിക്സ് കിട്ടും. നമുക്ക് നേരത്തെ എഴുതി വെക്കാം. 2 -1 -3 2 അങ്ങനെയാണ് കേട്ടോ. 2 -1 -3 2 ഇതാണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സ്. ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അഡ്ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അഡ്ജോയിന്റ് എ ഇസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ എ. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ആണ് കേട്ടോ. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ്. അതായത് തിരിച്ചിട്ടാൽ മതി. റോ എടുത്ത് കോളം ആക്കിയിട്ട് കോളം എടുത്ത് റോ ആയിട്ടിടുക. 2 -1 -3 2 ഇതാണ് അഡ്ജോയിന്റ് മേടിക്കാനുള്ള ടെക്നിക്ക്. 2x2 മെട്രിക്സ് ഉണ്ടോ, അത് 2 റോ 2 കോളാണെങ്കിൽ. ഇനി ഇതേ സ്ഥാനത്ത് നമുക്ക് അഡ്ജോയിന്റ് മേടിക്കാൻ പറഞ്ഞേക്കുന്നത് 3x3 മെട്രിക്സ് ആണെങ്കിൽ നല്ല സമയം എടുക്കും ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ മൈനറൊക്കെ കണ്ടുപിടിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പം നമുക്ക് അഡ്ജോയിന്റ് മേടിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് 3x3 മെട്രിക്സിൻ്റെ കേസിൽ. അത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇതാണ് നമ്മുടെ ചോദ്യം നിരക്ക്. ഇതിൻ്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിച്ചു. നമ്മളൊരു കാര്യം ചെയ്യാം, ഇത് തന്നെ 4 തവണ എഴുതുക. ഓക്കെ, അതായത് ഫസ്റ്റ് ഇപ്പം 9 to 1 ഇതായിരുന്നു നമ്മുടെ മെട്രിക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ് 9 to 1 ഈ കാണുന്നത്. ഞാൻ എന്ത് ചെയ്ത് അത് റിപ്പീറ്റ് അടിച്ച് റൈറ്റ് സൈഡിൽ എഴുതി ഒരു തവണ. എന്നിട്ട് താഴെ വീണ്ടും അത് തന്നെ എടുത്ത് എഴുതി. ഓക്കെ, ഈ കാണുന്നതാണ് അഡ്ജോയിന്റ് അടിക്കാനുള്ള നമ്മുടെ ടെക്നിക്ക്. ഇങ്ങനെ 4 തവണ എഴുതി മേളിലും താഴെയായിട്ട്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് എഴുതും. നീ ഇതൊന്നും വേണ്ട, ഇപ്പം വരച്ചതൊന്നും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് ഒരു വലിയൊരു മെട്രിക്സിൻ്റെ വരയിട്ട് കൊടുത്തേക്കാം. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, കാരണം അതിപ്പോൾ കട്ട് ചെയ്യാൻ പോകണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റങ്ങളിലുള്ള നമ്പറുകളില്ല, അറ്റത്തുള്ളത് ഏറ്റവും അറ്റത്തുള്ള എല്ലാ നമ്പറും കട്ട് ചെയ്യും. അതാണ് അടുത്ത പരിപാടി. എന്നിട്ട് ഇത് കഴിഞ്ഞൊരു പരിപാടിയുണ്ട്. ഓക്കെ, അറ്റങ്ങൾ നമ്പർ കട്ട് ചെയ്തല്ലോ. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും 4 നമ്പറിൻ്റെ ഇടയിൽ ഒരു ക്രോസ് വരയ്ക്കാം. ഇതേപോലെ ഒരു ക്രോസ് വരയ്ക്കാം 4 നമ്പറിൻ്റെ ഇടയിൽ. എന്നിട്ട് ഇവിടെ അത് എഴുതുക. ക്രോസ് ചെയ്ത് എഴുതണം കേട്ടോ. എങ്ങനെ ക്രോസ് ചെയ്ത് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ -1 × -2 -6 × 0 ഇങ്ങനെ. ഓക്കെ, ഇടക്ക് ഒരു -1 × -2 -6 × 0. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തേക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്ന ആയിട്ടാണ് ശരിക്കും കോഫാക്ടർ കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ്. കോഫാക്ടർ കണ്ടുപിടിച്ച് നമുക്ക് അഡ്ജോയിന്റിലേക്ക് എത്തുള്ളൂ. അഡ്ജ് എന്നല്ല, കോഫാക്ടറാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന കോഫാക്ടറാണ്. അഡ്ജോയിന്റ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ആദ്യം കോഫാക്ടർ കണ്ടുപിടിക്കുക. ഇനി അടുത്തത് കുറച്ച് സ്ഥലം നീക്കി വിട്ടിട്ട് രണ്ടാമത്തെ എടുക്കുക. രണ്ടാമത്തെയും ക്രോസ് വരച്ചാണ് കണ്ടില്ലേ 6 × 4 -5 × -2 5 × -2 ഇങ്ങനെ എല്ലാത്തിനും എഴുതുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് അടുത്തത് എഴുതുക. 5 × 0 -1 × 4 5 × 0 -1 × 4 ഇങ്ങനെ ഓരോന്നായിട്ട്. ഇനി അടുത്ത് താഴത്തേക്ക് വരാം. താഴത്തേക്ക് വരുമ്പോൾ ഇതേപോലെ വീണ്ടും ക്രോസ്. ഓക്കെ, അങ്ങനെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തും. നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അങ്ങനെയുള്ള ഉത്തരങ്ങളെല്ലാം കൂടെ എടുത്ത് എഴുതി വെച്ചേക്കാം. അപ്പം അത് ഇങ്ങനെ വിചാരിച്ചോട്ടെ. ഞാനത് നോക്കണില്ല, നേരെ ഇവിടെ എഴുതുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇങ്ങനെ വിചാരിച്ചോളാം. ഓക്കെ, നമ്മളപ്പോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കിട്ടുന്നതായിരിക്കും കോഫാക്ടറി. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കോഫാക്ടറി. നമ്മൾ മൊത്തം സ്റ്റെപ്പിങ് ചെയ്തിട്ടില്ല. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇങ്ങനെയായിരിക്കും ഉത്തരം കിട്ടുക, ക്രോസ് ചെയ്തിട്ട്. ഇനി ഈ കിട്ടിയ കോഫാക്ടറിന് നിങ്ങൾ തിരിച്ചിട്ടാൽ
ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തെന്ന് വിചാരിച്ചു, അതായിരിക്കും ഇവിടെ അഡ്ജോയിൻറ്റ്. അഡ്ജോയിൻറ്റ് ഞാൻ ഇവിടെ എഴുതാം. അഡ്ജോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ കിട്ടിയ കോഫാക്ടർ അല്ലേ, അതിന് നിങ്ങൾ ട്രാൻസ്പോസ് എടുക്കുക, അതാണ് അഡ്ജോയിൻറ്റ് ആയിട്ട്. ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി. കോളമെല്ലാം റോയാക്കുക, റോയെല്ലാം കോളമാക്കുക. എങ്ങനെ വരും? 2 4 13 അല്ലെങ്കിൽ 2 34 4 എന്ന് കിട്ടും. പിന്നെ 4 -22 8 എന്ന് കിട്ടും. താഴത്തേക്ക് എഴുതാം. 13 -4 -19. ഇങ്ങനെ എഴുതിയാലും ഇതാണ് എന്ത് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക്. ഞാൻ ചെയ്യാം. ഓക്കെ.